ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നോമ്പിന് മുന്നേയുള്ള ഒരു വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ നമുക്ക് വെള്ളിയാഴ്ച ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ജുമുയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു 2-2:30 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് 2 മണിക്ക് തന്നെ ഇറങ്ങണം എന്നെല്ലാം വിചാരിച്ചതാണ്. അപ്പം അങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന് 2:30 ആയിട്ടുണ്ട്. അതെപ്പോഴും 2 എന്ന് പറഞ്ഞാൽ 2:30, 2:30 എന്ന് പറഞ്ഞാൽ 3 അങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഫ്രീ ആയിട്ടുള്ള പൈപ്പ് വെള്ളം ഉണ്ടല്ലോ, ആ ഒരു പൈപ്പ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൈപ്പ് കണക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേനു. അങ്ങനെ അക്ഷയയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അക്ഷയ വരെ ഉപ്പാൻ്റെ കൂടെ പോയിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഹെൽമെറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി, വീണ്ടും ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അക്ഷയയിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് ഗൈസ്. നട്ടുച്ചപ്പൊരു വെയിലെത്താണ് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ കണ്ടിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടി ചെയ്യുക. അങ്ങനെ അക്ഷയയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബസ്സിലൊന്നും അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് സെഞ്ചുറിയിലേക്കാണ്. എന്തിനാണ് നമ്മൾ കണ്ണൂരിൽ പോയതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഞാനും ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും ട്രയൽ ചെയ്ത് കുറേ ഡ്രസ്സുകളും ട്രയൽ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നുണ്ടായത്. അപ്പോൾ ഇതേപോലത്തെ ഒരു മാക്സി ഗൗണും അതേ സെയിം പ്രിൻറ്റിൽ വരുന്ന ഷാളും അങ്ങനത്തെ ടൈപ്പാണ് നോക്കിയിട്ടുണ്ടായത്. അപ്പം നല്ല നല്ല രസമുള്ളതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ ട്രയൽ ചെയ്ത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത്, പിന്നെ നമ്മൾ വീഡിയോ ഫോട്ടോ ഒന്നും മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാം കുറേ അധികം ഡ്രസ്സെല്ലാം നമ്മൾ അങ്ങനെ മുതലാക്കിയിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കിയിട്ട്. അപ്പം നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഈദിൻ്റെ പർച്ചേസ് എല്ലാം തുടങ്ങിയെന്ന് തോന്നട്ടെ. ഭയങ്കര ആൾക്കാരേനും ഫുള്ള് വാരി വലിച്ചിട്ടിട്ട് ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു വിധത്തിലേനും കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സുണ്ട്, ഇതിൻ്റെ താഴെ ഭാഗം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ മേലയിൽ എലാസ്റ്റിക് ആയതുകൊണ്ട് എന്തോ ഒരു ബോറ് പോലെ തോന്നുന്നുണ്ടായിന്. ട്രയൽ ചെയ്തതിൻ്റെ അകത്തുനിന്ന് ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് നോമ്പിന് മുന്നേയുള്ള ഒരു വെള്ളിയാഴ്ച എടുത്ത ബ്ലോഗാണ്, തൊട്ട മുന്നേയുള്ള വെള്ളിയാഴ്ച. അപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഡിലേ ആയിപ്പോയി. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര ഡിലേ ആയിപ്പോയി കേട്ടോ. ഈ വ്ളോഗെല്ലാം എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചധികം സമയം വേണം. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ട് സെലക്ട് ആക്കി. പിന്നെ ബില്ലടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ കേട്ടോ, പിന്നെ ചെരുപ്പും കൂടി നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ തന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നല്ല നല്ല ചെരുപ്പുണ്ട് കേട്ടോ. ഓരോന്നിനെല്ലാം ഓഫറുണ്ട്, 50%, 30% എന്നെല്ലാം. അങ്ങനെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് നോക്കുന്നുണ്ടായത്. അങ്ങനെ നമുക്ക് പറ്റിയ സൈസൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് കറക്റ്റ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒന്നുകിൽ ചെറിയ സൈസായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. ഇഷ്ടപ്പെടുന്നതിൻ്റെ അകത്ത് കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ടായിട്ടില്ലേനു. അങ്ങനെ നല്ല നല്ല അടിപൊളി ഷൂസെല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇതില്ലേ ഷൂ ടൈപ്പ്, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ജൂട്ടി ടൈപ്പ് ഷൂ ഇല്ലേ, അതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വാങ്ങണമെന്ന് തോന്നിപ്പോകും. അങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ എടുത്തിട്ടില്ല, ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ എവിടെ പോയാലും പിന്നെ കുട്ടികളുടെ സെക്ഷൻ കണ്ടാൽ പിന്നെ വിടൂലാലോ, അതുകൊണ്ട് മോക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഒരു പെർഫെക്റ്റ് അല്ലാത്ത പോലെ, ഒരു സൈഡിലൊന്നും സ്റ്റിച്ചേ ചെയ്തിട്ടില്ല. അപ്പോൾ വൈറ്റ് ടോപ്പിൽ ഞാൻ കുറേ ആയി നടക്കുന്നത്, എവിടെ നിന്നും ഞാൻ വിചാരിച്ച പോലത്തെ അത് കിട്ടുന്നേ ഇല്ല. അങ്ങനെ കുറേ തപ്പിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ലേനു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ബില്ലും അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഷവർമയും ഒരു ചോക്ലേറ്റ് ഷേക്കും, ചോക്ലേറ്റ് വിത്ത് ഐസ്ക്രീം ഷേക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സീതാപ്പള്ളിയിലെ ഷവർമ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അവിടെ ഒരു ഫാൻസിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ മിററിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ എടുക്കണം തോന്നും. പിന്നെ വിചാരിക്കും എന്തിനാണ്, ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നും ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെരുപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെരുപ്പിനത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ഇതുപോലത്തെ ക്രഞ്ചീസ് എല്ലാം കാണുമ്പം നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു മോക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ മോള് അങ്ങനത്തെ ഒന്നും അധികം തലക്ക് വെക്കാത്ത ആളായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അധികം അങ്ങോട്ടേക്ക് നോക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കും, അവിടെ വെക്കും. പിന്നെ നമ്മൾ ഫ്രെയിമും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ കൊടുത്ത ഫോട്ടോക്ക് അത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രെയിമിൻ്റെ സൈസ് മാറ്റിയിട്ടുണ്ടേനു. അങ്ങനെ നമ്മുടെ ഫ്രെയിമെല്ലാം റെഡിയായി. പിന്നെ നമ്മൾ നേരെ വന്നത് കേക്കിന് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ നല്ല അടിപൊളി ഇങ്ങനെ കുറേ ഹാമ്പേഴ്സ് സെറ്റാക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങൾ മൊത്തത്തിൽ അവിടെ ഉണ്ടേനു. അതാ ഐസ്ക്രീമെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വായന്ന് വെള്ളം വരുന്നുണ്ടേനു. പിന്നെ ഇതാ ഈ ഒരു കത്തിൻ്റെ സെറ്റ് കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട് തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട്. എപ്പോൾ കേക്ക് വാങ്ങിയാലും ആ ഒരു കത്തി എല്ലാം ഇങ്ങനെ അടക്കിപ്പറക്കി വെക്കുന്നതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ ശരിക്കും എനിക്ക് എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ നമ്മൾ ഒരു ഫാൻസിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഷർട്ട് ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാമെന്നും വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ തന്നെ മരുവ് വാങ്ങിക്കൊടുക്കാനെല്ലാം ആയിട്ടുണ്ടേനു. എന്നിട്ട് അത് വാങ്ങിക്കണേ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകണം കേട്ടോ, ഉള്ളോട്ടേക്ക്. പിന്നെ അത്രത്തോളം സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഫാൻസിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ചെരുപ്പിൻ്റെ ബോക്സിലാണ് കേട്ടോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായത്. അങ്ങനെ ഇതെല്ലാം സെറ്റായിട്ടും ബോക്സ് മാത്രം ഒരിത് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റും ഫ്ലവറെല്ലാം വെച്ചിട്ട് സെറ്റാക്കണം എന്നല്ല വിചാരിച്ചതേനും. പക്ഷെ വിചാരിച്ച പോലെയൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിലുള്ള സാധനമെല്ലാം ഓക്കെ ആയിന്. നമ്മൾ വിചാരിച്ച ഡ്രസ്സും ചെരുപ്പും ഫ്രെയിമെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ബോക്സ് മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ആവാണ്ടുള്ളൂ. പിന്നെ അത്രത്തോളം സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഭയങ്കര ലേറ്റായി പോകുമല്ലോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ അടുത്തുള്ള ഒരു ചെരുപ്പിൻ്റെ കടയിൽ പോയിട്ട് ചെരുപ്പിൻ്റെ ബോക്സെല്ലാം സെറ്റാക്കി തന്നിട്ട് അങ്ങനെ റാപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളിതാ ഒരു റാപ്പിംഗ് ഷീറ്റെല്ലാം സെലക്റ്റാക്കി ഇങ്ങനെ റാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തിനാണ് കണ്ണൂരിൽ പോയെന്ന് നിങ്ങൾക്ക് നേരത്തെ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പം നമ്മുടെ കൂടെയുള്ള വേറൊരു ഫ്രണ്ടിൻ്റെ 5th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് നാട്ടിലില്ല. അപ്പം നമ്മളോട് ഒന്ന് സർപ്രൈസ് ആയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ആളും പണ്ട് മുതലേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ആദ്യമെല്ലാം ഞാനിവിടെ വീടെടുത്ത് മാറുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ ബർത്ത്ഡേക്കെല്ലാം ഇതേപോലെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയാക്കലുണ്ടേനു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ആക്കാതെ കുറേ ആയി. അതുകൊണ്ട് തന്നെ നല്ല ഒരു ത്രില്ലോടെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ആ ഒരു ഡേ മൊത്തത്തിലുണ്ടായത്. നല്ല ഫുൾ എങ്ങനെയായാലും സർപ്രൈസ് ആവണം, എങ്ങനെയായാലും അവൾക്ക് മനസ്സിലാകരുത്, അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫുള്ള് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ വന്നതോ ഇങ്ങനെ സെറ്റാക്കിയതോ ഒന്നും അറിയില്ലേനു. അങ്ങനെ ഇതാ ബൗവെല്ലാം വെച്ച് നമ്മളെ ബോക്സ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് റാപ്പ് ചെയ്യുന്ന ടൈം തന്നെ മരുവ് വാങ്ങി കൊടുക്കുന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റാപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെയും കുറച്ച് പ്ലാനെല്ലാം വിചാരിച്ചിനേനും പിന്നെ വിചാരിച്ച പ്ലാനൊന്നും എന്തായാലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും ഏകദേശം നല്ല ഓക്കെ ആയിന്. നല്ല അടിപൊളി ഡ്രസ്സും ചെരുപ്പെല്ലാം കിട്ടി, എല്ലാം സെറ്റായി. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു വീഡിയോ എഡിറ്റാക്കി അപ്ലോഡാക്കുമ്പോൾ എന്തായാലും നോമ്പായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നോമ്പിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു മടി കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടല്ലാന്ന് കേട്ടോ ഇത്രയും ഡിലേ ആയിപ്പോയത്. അങ്ങനെ ഇതാ നമ്മൾ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി. അപ്പോൾ എൻ്റെ ബസ്സിൽ ടൈം ആയിട്ടില്ലേനു. അതുകൊണ്ട് തന്നെ വിചാരിച്ച് ഇവിടുന്ന് കേക്ക് സ്റ്റുഡിയോന്ന് കുറച്ച് പാനിപ്പൂരിയും ഡോണറ്റ്സ് എല്ലാം വാങ്ങാമെന്ന്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക.